രണ്ടാഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് 69ാം പിറന്നാൾ ആഘോഷിച്ചു. ഭാഷാടിസ്ഥാനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങൾ ഒന്നായി ചേർന്ന് 1956 രൂപം കൊണ്ട ഈ മനോഹര സംസ്ഥാനം ലോകത്തിനു മുന്നിൽ ഒരു അതുല്യ മാതൃകയായി തലയുയർത്തി നിൽക്കുകയാണ്. 1957 ജനാധിപത്യ ഭരണത്തിന് തുടക്കമിട്ടതു മുതൽ പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളം എക്കാലവും രാജ്യത്തിന് വഴികാട്ടിയായി. ഏതൊരു ദുരന്തമുഖത്തും നമ്മളൊന്ന് എന്ന ബോധ്യത്തോടെ പ്രതിസന്ധികളെ അതിജീവിച്ച ജനതയുടെ നാടാണ് നമ്മുടേത്. കേരളത്തെ അതിദാരിദ്ര്യം ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനായി 2021 ആരംഭിച്ച ഒരു സുപ്രധാന ദൗത്യമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിന്റെ സാമൂഹിക വികസന ചരിത്രത്തിൽ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായാണ് സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അവതരിപ്പിക്കുന്നത്. ഭക്ഷണത്തിനോ പാർപ്പിടത്തിനോ ആരോഗ്യത്തിനോ അടിസ്ഥാന വരുമാനത്തിനോ ഗതിയില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് സഹായം നൽകി അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ അവകാശവാദത്തെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ശക്തമായി ചോദ്യം ചെയ്യുന്നു. LDF മുന്നണി സ്വന്തം പ്രകടന പത്രികയിൽ തന്നെ സംസ്ഥാനത്ത് 4.5 ലക്ഷം പരമദരിദ്രർ ഉണ്ടെന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സർക്കാർ നടത്തിയ സർവേയിൽ ഈ സംഖ്യ 64,000 ചുരുങ്ങിയത് എങ്ങനെ? ഈ കുറവ് എന്ത് ചെപ്പടി വിദ്യ ഉപയോഗിച്ചാണ് സാധ്യമാക്കിയത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. സർക്കാർ നാളെ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അതീവ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ? പ്രധാനം ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം എന്നിവ ഇല്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഇവരിൽ ചിലരെ മാത്രം, എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല, മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ 64,006 പേർക്കാണ് അല്ലേ ലിസ്റ്റ്? 64,000. ഈ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു LDFന്റെ. അതിൽ ഐറ്റം നമ്പർ 215 ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം 4.5 ലക്ഷത്തിലധികം വരില്ല എന്നാണ്. ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ, അതായത് AK ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയിൽ 1.5 ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഇവരിൽ അർഹതയുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 4.5 ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കും. CPMന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ 4.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ്. ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ 4.5 ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ 64,000 ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ്? അതാണ് ചോദ്യം. മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു 4.5 ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടെന്ന്. അത് പ്രോജക്റ്റ് ആയപ്പോൾ അത് 64,000 പേരായിട്ട് ഈ പരമദരിദ്രർ അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയും അതുപോലെ പ്രധാനമായ ഘടകം അതിദാരിദ്ര്യം, സ്വന്തമായ ഭൂമി, കെട്ടുറപ്പുള്ള ഭവനം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി GR അനിൽ നൽകിയ അസംബ്ലിയിൽ തന്നെയുള്ള
തന്ന മറുപടിയുണ്ട്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രരായിട്ടുള്ളവർക്കാണ് AAY കാർഡുകൾ നൽകി വരുന്നത്. ആ അന്നയോജന ആ പദ്ധതി പ്രകാരം AY കാർഡ് കൊടുക്കുന്നത്. അതായത് ദരിദ്രരിൽ അതിദരിദ്രം ആയിട്ടുള്ളവർക്ക്. അത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോൾ AAY വിഭാഗത്തിൽ എത്ര കാർഡാണെന്നറിയാമോ? 5,95,800 പേരുണ്ട്. ദരിദ്രരിൽ അതിദരിദ്രം കേരളത്തിലുണ്ട് 5,90,000 പേര്. അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന, സർക്കാരോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ദരിദ്രരിൽ അതിദരിദ്രരായ ആളുകൾക്ക് ആണ് 5,95,000 പേരുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അരിയും ഗോതമ്പും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരൊന്നും ഈ കൂട്ടത്തിൽ പെടില്ല. എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് 64,000 പേരുടെ പേര്. അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത്, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്താ മാനദണ്ഡം? ഇപ്പൊ 1.5 ലക്ഷം പേര് ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നു. അത് അഗതികളായിട്ടുള്ള ആളുകളാണ്. അഗതികൾ, കാരണം ഒരു നിവൃത്തിയില്ലാത്ത, അതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്രർ എന്ന് പറയുന്നത്? അപ്പോഴും ആ 1.5 ലക്ഷം പേര് ഇവരുടെ ലിസ്റ്റിലില്ല. അഗതികളായിട്ടുള്ള ആളുകൾ പോലും, അതായത് പറഞ്ഞല്ലോ, ഭക്ഷണം കൊണ്ടുവന്നാൽ പാകം ചെയ്ത് കഴിക്കാൻ പോലും പറ്റാത്ത അഗതികളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യരാണ് ആശ്രയ പദ്ധതിയിലുള്ളത്. അത് തന്നെ 1.5 ലക്ഷം പേരുണ്ട്. അതിൽ നിന്നും ഇവർ വെട്ടിച്ചുരുക്കി 64,000 പേരാക്കി. അപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ്, പ്ലാനിംഗ് ബോർഡിനോട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ടോ? പ്ലാനിംഗ് ബോർഡിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത്? ഈ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത്? എന്തായിരുന്നു ഇതിന്റെ ഒരു മെത്തഡോളജി? ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജി എന്തായിരുന്നു? 64,000 പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഈ പ്രഖ്യാപിച്ച 64,000 പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ? എല്ലാവർക്കും വീടായോ? വീടില്ലാത്തവർ തന്നെ ഇവരെ കണക്കാക്കിയിരിക്കുന്ന 5,95,000 പേരിൽ ഇനിയും 1.5 ലക്ഷം പേർക്ക് വീട് കൊടുക്കാനുണ്ട്. 10 കൊല്ലം കൊണ്ട് ഇവരാകെ പണിതത് 4,60,000 വീടാണ്. ലൈഫ് മിഷനിൽ ആകെ പണിത്. അത് തന്നെ 5,95,000 പേരുടെ പേരുണ്ട്, വേറെയുണ്ട്. അത് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു പ്രൊപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി പ്രചരണത്തിന് വേണ്ടി ഇലക്ഷന് തൊട്ട് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത്. ഈ പാവപ്പെട്ടവരെ വെച്ചു അവർക്ക് നീതി കൊടുക്കാതെ, അവരോട് നീതിപൂർവമായി പെരുമാറാതെ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഈ പട്ടികജാതിക്കാര് കേരളത്തിൽ എത്ര പേരുണ്ട്? പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6,400 പേരെ പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്? ആദിവാസികളുടെ വിഭാഗത്തിൽ. ഈ 4.85 ലക്ഷം പേര് വരുന്ന ആദിവാസികൾ, 1.16 ലക്ഷം കുടുംബങ്ങൾ, അതിലെ 6,400 കുടുംബം ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ 1,10,000-ലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ? ആ കാറ്റഗറിയിലൊന്നും വരില്ല ഇവരാരും. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റെല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ആദിവാസികളുണ്ട്. 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് പെടുത്തിരിക്കുന്ന ഈ 64,000-ൽ 6,400 പേരെ അതിൻ്റെ അകത്തുള്ളൂ. 6,500 കുടുംബമുള്ളൂ.
അപ്പോൾ ഏകദേശം 1,10,000-ഓളം ആദിവാസി കുടുംബങ്ങളിൽ പെട്ടവരെല്ലാം സേഫായോ? ഈ ലിസ്റ്റിൽ വരില്ലേ? ഈ കാറ്റഗറി വരില്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ 2002 ആശ്രയ പദ്ധതിയാണ് അഗതി കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ട് അവർക്ക് സഹായം കൊടുത്തത്. അതിന് പ്രധാനമന്ത്രിയുടെ അവാർഡും കിട്ടി 2007. അത് പിന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അഗതികളെ മാത്രമാണ് അതന്ന് ശ്രദ്ധിച്ചത്. അതിന് ഇന്ദിരാ ആവാസ് യോജന പോലുള്ള സെൻട്രൽ സ്കീമിന്റെ സഹായങ്ങളെല്ലാം അന്നത്തെ ആ കാലത്തിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണെന്നും അല്ലാതെ സമ്പൂർണമായി ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നല്ലെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് പല ചോദ്യങ്ങളും ഉയരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാരിനെ സംബന്ധിച്ച് മാത്രമല്ല, ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ഇതൊരു അഭിമാന നിമിഷമാണ്. എന്നാൽ ചില ചോദ്യങ്ങൾ, ചില വിമർശനങ്ങളെല്ലാം ഉന്നയിക്കപ്പെടുകയുണ്ടായി. അതിൽ ആദ്യം ശ്രദ്ധയപ്പെട്ടൊന്ന്, കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിനാണ്, മോദി ഗവൺമെൻറ്റിനാണ് എന്ന് അവകാശപ്പെടുന്നൊരു പ്രസ്താവന കാണുകയുണ്ടായി. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല. ക്രെഡിറ്റിൻ്റെ കാര്യത്തിലാണ്. അതിലൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഇതുപോലെ ഇന്ത്യയെ മുഴുവൻ അതിദാരിദ്ര്യമുക്തമാക്കി ആ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കണം എന്നൊരു ഉപദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളം അതിദാരിദ്ര്യമുക്തമാവുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ കൂടി നേട്ടമാണ്. പക്ഷെ ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തതാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ചെയ്ത് കാണിക്കാനും തെളിയിക്കാനും ക്രെഡിറ്റ് എടുക്കാനും ഇനി 27 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ കൂടി ചെയ്ത് ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്, ഒരു സംഘം വിദഗ്ധരുടേതെന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധയപ്പെടുകയുണ്ടായി. അവർ കുറേ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് കേരളം ഇതാ അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയല്ല ഉണ്ടായത്. 2021 തുടർച്ചയായി രണ്ടാമതും അധികാരത്തിലെത്തിയ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ നിന്ന് നേരെ സെക്രട്ടേറിയറ്റിലെത്തി ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു ഇത്. അത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ മന്ത്രിസഭാ യോഗമെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇതാണ് എന്നും 2025 നവംബർ 1 ആവുമ്പോഴേക്കും ലക്ഷ്യം കൈവരിക്കലാണ് ഉദ്ദേശിക്കുന്നത് എന്നും അന്ന് പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം 16/7/2021 ഗവൺമെൻറ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു മാർഗരേഖ പുറത്തിറക്കുകയുണ്ടായി. 19 പേജുള്ള ആ മാർഗരേഖ വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലുള്ള ഒരു ചോദ്യം പോലും ചോദിക്കുമായിരുന്നില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ ബേസിക് ഡോക്യുമെൻ്റ് പോലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ എങ്ങനെയാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഒരു സംശയത്തിനുമിടയില്ലാതെ വിശദീകരിക്കുന്ന ഈ രേഖ പബ്ലിക് ഡൊമൈനിലുണ്ട്, വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇപ്പോഴല്ല, 2021 ജൂലൈ 16 മുതൽ അത് ലഭ്യമാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ആരാണ് അതിദരിദ്രർ? ഇതിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അതിജീവനത്തിനാവശ്യമായ അടിസ്ഥാന
ഘടകങ്ങളായ ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിത വാസസ്ഥലം, അടിസ്ഥാന വരുമാനം ഇതൊന്നുമില്ലാത്ത വിഭാഗങ്ങളാണ് അതിദരിദ്രരായി കണ്ടിട്ടുള്ളത്. അതിതീവ്ര ക്ലേശഘടകങ്ങളുള്ളവർ. ക്ലേശഘടകങ്ങൾ ഈ ജിയോയിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാമാണ് ക്ലേശഘടകങ്ങൾ? 2 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതിതീവ്ര ക്ലേശഘടകങ്ങളും തീവ്ര ക്ലേശഘടകങ്ങളും. അതിതീവ്ര ക്ലേശഘടകം ഒന്നുള്ളവരെല്ലാം അതിദരിദ്രരായിട്ട് വരും. തീവ്ര ക്ലേശഘടകങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, 2 എണ്ണം ഉണ്ടെങ്കിൽ അതൊരു അതിതീവ്ര ക്ലേശഘടകമായി പരിഗണിച്ചവരും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി മാറിയിട്ടില്ലാത്തവരാണ് ഈ അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. സർക്കാർ പ്രധാനമായിട്ടും കണ്ട കാര്യം അതായിരുന്നു. ഇതുവരെ നടപ്പാക്കിയ ഒരു സർക്കാർ പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും ആനുകൂല്യം ലഭിച്ചിട്ടില്ലാത്ത, എല്ലാത്തിൻ്റെയും പുറത്തു നിൽക്കുന്ന ഏറ്റവും നിരാശ്രയരായ, നിരാലംബരായ വിഭാഗങ്ങൾ, അതായത് സാധാരണ പറയും നോൺ എക്സിസ്റ്റൻ്റ് ഗ്രൂപ്പ് എന്ന്, അവരെയാണ് റേഷൻ കാർഡ്, ആധാർ ഇതൊന്നുമില്ലാത്ത, തിരിച്ചറിയാൻ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ, അവരെയാണ് അതിദരിദ്രരായിട്ട് കണ്ടത്, നിർവചിച്ചത്. അദൃശ്യരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം. ജീവിച്ചിരിപ്പുണ്ട്, രേഖയില്ല, ആധാറില്ല, റേഷൻ കാർഡില്ല, തങ്ങളുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രേഖയുമില്ലാത്ത ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ. അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണ കൊണ്ട് മാത്രമേ കഴിയൂ. ഇപ്പോൾ പല മാധ്യമപ്രവർത്തകരും വളരെ ഗൗരവമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പലരും ഇത്തരം ഗുണഭോക്താക്കളുടെ വീടുകൾ അന്വേഷിച്ച് പോയ ശേഷം ആ അനുഭവങ്ങൾ ഞങ്ങളോട് പറയുണ്ടായി. അപ്പം എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്, ഇങ്ങനെയൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു എന്നത്. അവർ പലരും അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതാണ് അതിദാരിദ്ര്യം എന്നതുകൊണ്ട് നിർവചിച്ചത്. ഇപ്പം ഈ കത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ്, വിദഗ്ധർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അത് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് കത്തിൽ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, 2021 ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമാക്കി എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. അതല്ല സർക്കാരിൻ്റെ അവകാശവാദം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നതാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ദാരിദ്ര്യമുള്ളവരുണ്ടാവും. പക്ഷെ അവർക്കും ഇപ്പോൾ വരുമാനം, തൊഴിൽ ശേഷി എന്നിവയൊക്കെ വെച്ച് ചുരുങ്ങിയ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ. അടിസ്ഥാന സേവനങ്ങൾ പോലും ലഭിക്കാത്തവർ, അടിസ്ഥാന രേഖകൾ പോലും ഇല്ലാത്തവർ, അവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഉദ്ദേശം. ഞാൻ ആ ക്ലേശഘടകങ്ങൾ, തീവ്ര ക്ലേശഘടകങ്ങൾ, ഇത് മുഴുവൻ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം, ജിയോ വായിച്ചിട്ടില്ല എന്നത് പോകട്ടെ, എന്താണ് അതിദാരിദ്ര്യത്തെ നിർവചിച്ചത് എന്ന കാര്യം, അക്കാര്യത്തിൽ അവർ ഒരു വ്യക്തതയുള്ളതായിട്ട് ആ കത്ത് കണ്ടപ്പോൾ തോന്നിയില്ല. ഇനി ഇതിന് സ്വീകരിച്ച പ്രക്രിയ എന്താണ്, അതും വിശദമായി തന്നെ ജിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ആരെയും അറിയിക്കാതെ ഒരു പ്രഖ്യാപനം നടത്തി. ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്, എന്ത് ഡേറ്റയാണ് ഇതിനുപയോഗിച്ചത്, എന്ത് പഠനമാണ് നടത്തിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്ന്, മാർഗരേഖ. ഞാൻ നേരത്തെ പറഞ്ഞ മാർഗരേഖ. ഇത് അതിദരിദ്രരെ കണ്ടെത്താൻ ഉള്ള പ്രക്രിയ വിശദീകരിക്കുന്ന കൈപ്പുസ്തകം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രസിദ്ധീകരിച്ചതാണ് ഈ കൈപ്പുസ്തകം. ആ കൈപ്പുസ്തകത്തിൻ്റെ അധ്യായം 3 കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയ എന്നത് കൃത്യമായി തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുക, സാധാരണക്കാരല്ലല്ലോ പറയുന്നത്,
ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ലഭ്യമായതും ഒക്കെ ആയതുകൊണ്ട് ഇവർ കാണും എന്നുള്ളതല്ലേ, ഇവരത് വായിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ പ്രതീക്ഷിക്കുക. ഇനി ഈ പ്രക്രിയയിലൂടെ എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്? 4 ലക്ഷം പേർക്കാണ് കില പരിശീലനം കൊടുത്തത്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, ഇങ്ങനെ വിവിധ വിഭാഗം, കുടുംബശ്രീയുടെ പ്രതിനിധികളുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇവരെല്ലാം അടങ്ങുന്ന 4 ലക്ഷം പേർക്കാണ് പരിശീലനം കൊടുത്തത്. ഈ പരിശീലനങ്ങളെല്ലാം നാട്ടിലാകെ നടന്നതാണ്. അന്നും ഇത് സംബന്ധിച്ച് വാർത്തകളെല്ലാം വന്നിട്ടുണ്ട്. അന്നത്തെ തദ്ദേശ മന്ത്രിയായിരുന്ന ശ്രീ എം വി ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് നിരന്തരമായിട്ട് പറയുകയും, ഗോവിന്ദൻ മാഷ് ഇക്കാര്യങ്ങൾ പറയുകയും അതുപോലെ പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പത്രങ്ങളിലൊക്കെ ഇത് വന്നുകൊണ്ടിരുന്ന കാര്യമാണ്. എന്ത് പ്രക്രിയയാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യം. സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ലോകത്ത് ആദ്യമായി അതിദാരിദ്ര്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത രാജ്യം ചൈനയാണെന്നാണ്. കോടിക്കണക്കിന് ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയ ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മഹാദൗത്യമായിരുന്നു അത്. എന്നാൽ ആഗോളതലത്തിൽ ഈ മഹത്തായ ലക്ഷ്യം കൈവരിച്ച അടുത്ത പ്രദേശം ഒരു രാജ്യമല്ല, മറിച്ച് ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള ചെറിയ സംസ്ഥാനമായ കേരളമാണ്. അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി കേരളം സ്വയം പ്രഖ്യാപിക്കുമ്പോൾ ഈ നേട്ടം ലോകത്തിനു മുന്നിൽ ഒരു പുതിയ വികസന മാതൃകയായി മാറുകയാണ്. ചൈനീസ് സർക്കാർ 2021 രാജ്യത്ത് അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കിയതായി പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 2030 നേടേണ്ട ഒരു ലക്ഷ്യമായിരുന്നു അത്. എന്നാൽ ചൈന ഒരു പതിറ്റാണ്ട് മുമ്പേ അത് കൈവരിച്ചു. 1978 സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചതു മുതൽ ചൈന 80 കോടിയിലധികം ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്നാണ് ലോകബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ കണക്കാക്കുന്നത്. ചൈനയുടെ സ്വന്തം ദേശീയ ദാരിദ്ര്യരേഖ അനുസരിച്ച് 2020 അവസാനത്തോടെ ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. 1978 മുതൽ ചൈന കൈവരിച്ച ഉയർന്ന സാമ്പത്തിക വളർച്ച ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ വളർച്ച ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകി, ശരാശരി ജീവിത നിലവാരം ഉയർത്തി. അതുമാത്രമല്ല, 2012 ഷീ ജിൻപിങ് പ്രസിഡന്റ് ആയതിനു ശേഷം നടപ്പിലാക്കിയ ആസൂത്രിത പദ്ധതിയാണിത്. ദാരിദ്ര്യത്തിന്റെ പേരിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഓരോ വ്യക്തിയെയും കുടുംബത്തെയും കൃത്യമായി തിരിച്ചറിയുകയും അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് സഹായം നൽകുകയും ചെയ്തു. ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായെന്ന് കണക്കാക്കാൻ വരുമാനം കൂടാതെ 5 അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തി. മതിയായ ഭക്ഷണവും വസ്ത്രവുമായിരുന്നു ആദ്യത്തെ 2 ആവശ്യങ്ങൾ. അടിസ്ഥാന ആരോഗ്യ പരിരക്ഷ, സുരക്ഷിതമായ പാർപ്പിടം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നിവയാണ് ബാക്കി 3 ആവശ്യങ്ങൾ. അതേസമയം ദരിദ്ര പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ, വൈദ്യുതി, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, ജലസേചനം എന്നിവ ഉറപ്പാക്കിയത് കാർഷിക വ്യാവസായിക വളർച്ചയെ സഹായിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കോടിക്കണക്കിന് പണം നിക്ഷേപിക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥർ, ബാങ്കുകൾ, സ്വകാര്യ സംരംഭങ്ങൾ, സൈന്യം എന്നിവരെയെല്ലാം ഈ ദൗത്യത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ വർഷങ്ങളായുള്ള സാമ്പത്തിക വളർച്ചയും ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള ഭരണപരിഷ്കാരങ്ങളും ചേർന്നാണ് ഈ വലിയ നേട്ടത്തിനെ ചൈനയെ സഹായിച്ചത്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.